ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് +2 ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും, ഭയങ്കര മാർക്ക് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എഴുതിയൊരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, പബ്ലിക് എക്സാമാണ് വരുന്നത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ മാർക്ക് കുറയും, ഭയങ്കര വിഷയമാണ് അങ്ങനെയൊക്കെ. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ +2 പബ്ലിക് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് +2വിലെ എക്സാമിൻ്റെ മാർക്ക്. ആ എക്സാമിൻ്റെ മാർക്ക് നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ എക്സാമിന് നമ്മൾ നന്നായിട്ട് പഠിക്കണമെന്ന് എല്ലാവരും പറയുന്നത്. പിന്നെ അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമായ CUET, ക്ലാറ്റ് അതുപോലുള്ള എക്സാമുകൾക്ക് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഇംഗ്ലീഷും അതുപോലെ ബാക്കി സബ്ജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്ട്സും നന്നായിട്ട് ഇതിനകത്ത് +2വിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ എൻട്രൻസ് വരുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ LLB ചെയ്യുകയാണല്ലോ. അപ്പോൾ LLB ചെയ്യുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ നമുക്ക് എക്കണോമിക്സ് ആണെങ്കിലും അങ്ങനെ ചില സബ്ജക്റ്റുകൾ, പൊളിറ്റിക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് +2വിൽ നന്നായിട്ട് ഞാൻ അത്യാവശ്യം തറവായിട്ട് പഠിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ BAക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാം കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബേസിക് ടോപ്പിക്ക്, അതിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോയാൽ പിന്നെ നമുക്ക് ഭാവിയിൽ അടുത്ത കോഴ്സ് ചെല്ലുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കും. അതുപോലെ തന്നെ കേരളത്തിൽ ഇഷ്ടം പോലെ സ്കോളർഷിപ്പ് നമുക്ക് +2 കഴിഞ്ഞിട്ട് ലഭ്യമാണ്. ആ സ്കോളർഷിപ്പിനൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ ചെല്ലുമ്പോൾ കട്ട് ഓഫ് മാർക്ക് നിർബന്ധമാണ്. ആ കട്ട് ഓഫ് മാർക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. അതും കൂടാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഉണ്ട് നമുക്ക് +2 എക്സാമിന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ എക്സാമിൻ്റെ പാറ്റേൺ നമ്മൾ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ +2 എക്സാമിൻ്റെ പാറ്റേണെ പറ്റി ഞാൻ അടുത്തത് പറയാം. +2 എക്സാമിൻ്റെ എക്സാം പാറ്റേണെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, അത് നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാകും വെയിറ്റേജ് ചാപ്റ്ററുകളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കുറവുള്ള ചാപ്റ്റർ പഠിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അതിലെ മെയിൻ കണ്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് തന്നെ എഴുതാൻ പറ്റും. പക്ഷേ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ നമ്മൾ തറോ ആയിട്ട് ക്ലിയർ ആയിട്ട് എത്ര മാർക്കിന് ഇത് ചോദിക്കും, എത്ര മാർക്കിന് ഇത് ചോദിക്കില്ല, അങ്ങനെ നോക്കി വേണം നമ്മൾ പഠിക്കാൻ. ഏതൊരു എക്സാമിനെ പോലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ +2 എക്സാമിനും. അതുപോലെ തന്നെ നമ്മൾ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നോക്കാൻ സമയമുണ്ടെങ്കിൽ നോക്കാം. പക്ഷേ ഈ നമ്മുടെ +2 എക്സാംസ് അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മിനിമം, നിങ്ങൾ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതുപോലെ തന്നെ ചില സൈറ്റുകളിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഷീറ്റും അതുപോലെ തന്നെ ആൻസർ എത്ര എഴുതണം, ഏതൊക്കെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ എഴുതുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അതുപോലെ തന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലതൊക്കെ 8 മാർക്കിന്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ, അങ്ങനെ ചില ക്വസ്റ്റ്യൻസൊക്കെ 8 മാർക്കിന് ഹിസ്റ്ററിക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് ആ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഇപ്പോൾ 8 മാർക്കിൻ്റെ ആൻസറാണ്, നമുക്ക് ഇഷ്ടം പോലെ തള്ളാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചാൽ മതി, കുറച്ചൊക്കെ പഠിച്ചാൽ മതി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ 8 മാർക്കിൻ്റെ ആൻസർ എഴുതുമ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിലും നോട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത് ചോദിക്കും, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത് ചോദിക്കും എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഏതായിരിക്കും ചോദിക്കുന്നതെന്ന്. അതിനനുസരിച്ച് പഠിക്കുക. അല്ലാതെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ചോദിക്കുന്നത് നമ്മൾ 2 മാർക്കിന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 8 മാർക്കിന് എഴുതാൻ ഉണ്ടാവത്തില്ല നമ്മുടെ കയ്യിൽ കണ്ടൻറ്റ്. ഇപ്പം നമ്മുടെ കേരള സിലബസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരിക്കലും ആ ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ കോൺസെപ്റ്റ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അത് അതിനകത്തുനിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കഴിവാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പോവുകയാണ്, കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. അങ്ങനെ നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പോവുക, അത് ചോദിച്ചാൽ അത് എഴുതും എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിച്ച് പോയി എഴുതാനിരിക്കുക. അങ്ങനെ ചെല്ലുമ്പോൾ കൊണ്ട് അവർ ചോദിക്കുകയാണ് തിരുവനന്തപുരം എന്തിൻ്റെ തലസ്ഥാനമാണ്. അങ്ങനെ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ അതിന് ആൻസർ ചെയ്യാനുള്ളൊരു
കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അത്രയ്ക്ക് ഡീപ്പായിട്ട് വേണം നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് പഠിക്കാൻ. അതുപോലെ നിങ്ങൾ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ, ബൈ ബൈ.